അശ്വതി ശ്രീകാന്ത് എഴുതിയ കാളിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന പുസ്തകം. പുസ്തകത്തിൻ്റെ 22ാം പതിപ്പാണ് എൻ്റെ കൈവശമുള്ളത്. DC ബുക്സിൻ്റെ തന്നെ ഇംപ്രിൻ്റ് ആയിട്ടുള്ള ലിറ്റ്മസ് പബ്ലിഷ് ചെയ്ത പുസ്തകമാണ് കേട്ടോ ഇത്. കാളി എന്ന പുസ്തകം ശരിക്കും ഞാനായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇതിനോടകം തന്നെ എല്ലാവരും കാളി എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടാവും. എനിക്ക് വായിച്ചപ്പോൾ പേഴ്സണലി ഒത്തിരി ഇഷ്ടം തോന്നിയ പുസ്തകമാണ് കാളി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റിവ്യൂ ഇടുന്നതും. പുസ്തകത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറച്ച് ഷോർട്ട് സ്റ്റോറീസ് അടങ്ങിയ പുസ്തകമാണ് കാളി. മിക്ക കഥകളിലും സ്ത്രീകളാണ് മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത് കേട്ടോ. ഓരോ കഥകളും ഞാനിപ്പോൾ എടുത്ത് പറയുന്നില്ല കേട്ടോ, കാരണം ഓൾറെഡി നിങ്ങളൊക്കെ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ബോറടിപ്പിക്കാണ്ട് എനിക്ക് തോന്നിയ കുറച്ച് ഹൈലൈറ്റ്സ് മാത്രമാണ് ഞാൻ ഈ പുസ്തകത്തിൻ്റെ റിവ്യൂ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ പുസ്തകത്തിൽ എനിക്ക് തോന്നിയൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഇപ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് പൊലിപ്പിച്ച് പറയുന്നില്ല. അത് വളരെ മിതമായിട്ട്, എന്നാൽ നല്ല രസമായിട്ട്, എന്നാൽ ഭയങ്കര ഡെപ്തോടു കൂടി തന്നെ ഈ പുസ്തകത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. പിള്ളേരെ വളർത്തുമ്പോൾ അച്ഛനമ്മമാർക്ക് ഓഫ് കോഴ്സ് ഒത്തിരി ഇഷ്ടങ്ങളുണ്ടാവും. പക്ഷേ അച്ഛനമ്മമാരുടെ ഇഷ്ടങ്ങൾ മാത്രം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ദൂഷ്യഫലങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് കേട്ടോ. ആരെയും കണ്ണടച്ചങ്ങോട്ട് വിശ്വസിക്കരുതെന്നും പുറത്ത് കാണിക്കുന്നതാവില്ല മനുഷ്യരുടെ അകത്തുള്ള സ്വഭാവമെന്നും കൂടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല, എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് കേട്ടോ. മിക്ക കഥകളും ഈ പുസ്തകത്തിൽ വളരെ നോർമലായിട്ടാണ് തുടങ്ങുന്നത്. മിക്ക കഥകളുടെയും എൻഡിങ്ങിൽ ഡീപ്പായിട്ടുള്ള ഒരു ചിന്തയിലേക്ക് വായനക്കാരെ തള്ളി വിടുന്നുണ്ട് കേട്ടോ. ചുറ്റുപാടും ഒത്തിരി ശ്രദ്ധിക്കുന്ന ആളാണ് എൻ്റെ എഴുത്തുകാരി എന്ന് എനിക്ക് തോന്നി. കാരണം സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ കഥകളിലേക്കുള്ള ഭാവപ്പകർച്ച അതെന്ത് സൂപ്പറാണെന്നറിയോ. അത് അത്രയും ചുറ്റുപാട് ശ്രദ്ധിക്കുന്നവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഈ പുസ്തകം വായിക്കുമ്പോൾ ശരിക്കും നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ശരിക്കും വായനക്കാർക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് കൂടിയാണ് അശ്വതി ശ്രീകാന്ത് എഴുതിയ കാളി എന്ന പുസ്തകം. അപ്പോൾ വായിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറയണേ.